ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് 225 ദിനം. ന്യായാധിപന്മാരുടെ പുസ്തകം 14 അധ്യായം, യെശയ്യാ പ്രവചനം 41 അധ്യായവും 1 പത്രോസ് 3 അധ്യായവും വായിക്കാം. ന്യായാധിപന്മാർ 14 അധ്യായം. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു, ഞാൻ തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അവന്റെ അപ്പനും അമ്മയും അവനോട്, അഗ്രചർമ്മികളായ ഫെലിസ്ത്യരിൽ നിന്ന് നീ ഒരു ഭാര്യയെ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ എന്ന് ചോദിച്ചതിന് ശിംശോൻ തന്റെ അപ്പനോട്, അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യഹോവയാൽ ഉണ്ടായതെന്ന് അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അവൻ ഫെലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. ആ കാലത്ത് ഫെലിസ്ത്യരായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത്. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിന്മയിലേക്ക് പോയി. തിന്മക്കരികെയുള്ള മുന്തിരിത്തോട്ടത്തിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല. പിന്നെ അവൻ ചെന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു. അവളെ ശിംശോന് ബോധിച്ചു. കുറെ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകയിൽ സിംഹത്തിന്റെ ഉടൽ നോക്കേണ്ടതിന് മാറിച്ചെന്നു. സിംഹത്തിന്റെ ഉടലിനകത്ത് ഒരു തേനീച്ചക്കൂട്ടവും തേനും കണ്ടു. അത് അവൻ കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്നു. അപ്പന്റെയും അമ്മയുടെയും അടുക്കൽ ചെന്ന് അവർക്ക് കൊടുത്ത് അവരും തിന്നു. എന്നാൽ തേൻ ഒരു സിംഹത്തിന്റെ ഉടലിൽ നിന്ന് എടുത്തുവെന്ന് അവൻ അവരോട് പറഞ്ഞില്ല. അങ്ങനെ അവന്റെ അപ്പൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്നു. ശിംശോൻ അവിടെ ഒരു വിരുന്ന് കഴിച്ചു. യൗവനക്കാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു. അവർ അവനെ കണ്ടപ്പോൾ അവനോടുകൂടെ ഇരിപ്പാൻ 30 തോഴന്മാരെ കൊണ്ടുവന്നു. ശിംശോൻ അവരോട്, ഞാൻ നിങ്ങളോടൊരു കടൻ പറയാം. വിരുന്നിന്റെ 7 ദിവസത്തിനകം നിങ്ങൾ അത് വീട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരാം. വീട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ എനിക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരണമെന്ന് പറഞ്ഞു. അവർ അവനോട്, നിന്റെ കടം പറക, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ കടം വീട്ടുവാൻ 3 ദിവസത്തോളം അവർക്ക് കഴിഞ്ഞില്ല. 7-ാം ദിവസത്തിലോ അവർ ശിംശോന്റെ ഭാര്യയോട്, ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിനെ വശീകരിക്ക, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ പിതൃഭവനത്തെയും തീ വെച്ച് ചുട്ടുകളയും. ഞങ്ങളുടെ വസ്തു കരസ്ഥമാക്കേണ്ടതിനോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞു. ശിംശോന്റെ ഭാര്യ അവന്റെ മുമ്പിൽ കരഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ ദ്വേഷിക്കുന്നു. എന്റെ അസ്മാദികളോട് ഒരു കടം പറഞ്ഞിട്ട് എനിക്ക് അത് പറഞ്ഞു തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവൻ അവളോട്, എന്റെ അപ്പനും അമ്മയ്ക്കും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടില്ല, പിന്നെ നിനക്ക് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു. വിരുന്നിന്റെ 7-ാം ദിവസവും അവൾ അവന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരുന്നു. 7-ാം ദിവസം അവൾ അവനെ അസഹ്യപ്പെടുത്തുകൊണ്ട് അവൻ പറഞ്ഞുകൊടുത്തു. അവൾ തന്റെ അസ്മാദികൾക്കും കടം പറഞ്ഞുകൊടുത്തു. 7-ാം ദിവസം സൂര്യൻ അസ്തമിക്കും മുമ്പേ പട്ടണക്കാർ അവനോട്, തേനിനേക്കാൾ മധുരമുള്ളത് എന്ത്, സിംഹത്തേക്കാൾ ബലമുള്ളത് എന്ത് എന്ന് പറഞ്ഞു. അതിന് അവൻ അവരോട്, നിങ്ങൾ എന്റെ പശുക്കിടാവിനെ പൂട്ടി ഉഴുതില്ലെങ്കിൽ എന്റെ കടം വീട്ടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവൻ അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പൂരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്ത് അവന്റെ കോപം ജ്വലിച്ചു. അവൻ തന്റെ അപ്പന്റെ വീട്ടിൽ പോയി. ശിംശോന്റെ ഭാര്യ അവന്റെ കൂട്ടുകാരനായിരുന്ന തോഴന് ഭാര്യയായി തീർന്നു. യെശയ്യാവ് 41. ദ്വീപുകളെ എന്റെ മുമ്പിൽ മിണ്ടാതിരിപ്പീൻ, ജാതികൾ ശക്തിയെ പുതുക്കട്ടെ, അവർ അടുത്തു വന്ന് സംസാരിക്കട്ടെ. നാം തമ്മിൽ ന്യായവാദം ചെയ്യുന്നതിന് അടുത്തു വരിക. ചെല്ലുന്നിടത്തൊക്കെയും നീതി എതിരേൽക്കുന്നവനെ കിഴക്ക് നിന്ന് ഉണർത്തിയതാർ. അവൻ ജാതികളെ അവന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ രാജാക്കന്മാരുടെ മേൽ വാഴുമാറാക്കുകയും ചെയ്യുന്നു. അവരുടെ വാളിനെ അവൻ പൊടി പോലെയും അവരുടെ വില്ലിനെ പാറിപ്പോകുന്ന താളടി പോലെയും ആക്കിക്കളയുന്നു. അവൻ അവരെ പിന്തുടർന്ന് നിർഭയനായി കടന്നു ചെല്ലുന്നു. പാതയിൽ കാൽ വെച്ചല്ല അവൻ പോകുന്നത്. ആർ അത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു. ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനന്യമാകുന്നു. ദ്വീപുകൾ കണ്ട് ഭയപ്പെട്ടു,
ഭൂമിയുടെ അറുതികൾ വിറച്ചു. അവർ ഒന്നിച്ചുകൂടി അടുത്തു വന്നു. അവർ അന്യോന്യം സഹായിച്ചു. ഒരുത്തൻ മറ്റവനോട് ധൈര്യമായിരിക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ആശാരി തട്ടാനെയും കൊല്ലൻ കൂടം തല്ലുന്നവനെയും ധൈര്യപ്പെടുത്തി കൂട്ടി വിളിക്കുന്നതിന് ചേലായി എന്ന് പറഞ്ഞു. ഇളകാതെ ഇരിക്കേണ്ടതിന് അവൻ അതിനെ ആണി കൊണ്ട് ഉറപ്പിക്കുന്നു. നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വാദിക്കുന്നവർ നശിച്ച് ഇല്ലാതെയാകും. നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ലതാനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിശയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ചുല്ലസിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. എളിയവരും ദരിദ്രന്മാരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടായകയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർ പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. ഞാൻ മരുഭൂമിയിൽ ദേവദാരു, കതിരമരം, കൊഴുന്ത്, ഒലിവുവൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പൈൻമരവും പുന്നയും വെച്ചുപിടിപ്പിക്കും. യഹോവയുടെ കൈ അത് ചെയ്തു എന്നും ഇസ്രായേലിന്റെ പരിശുദ്ധൻ അത് സൃഷ്ടിച്ചുവെന്നും അവരെല്ലാവരും കണ്ട് അറിഞ്ഞു വിചാരിച്ച് ഗ്രഹിക്കേണ്ടതിന് തന്നെ നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവിനെന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പീനെന്ന് യാക്കോബിന്റെ രാജാവ് കൽപ്പിക്കുന്നു. സംഭവിപ്പാനുള്ളത് അവർ കാണിച്ച് നമ്മോട് പ്രസ്താവിക്കട്ടെ. നാം വിചാരിച്ച് അതിന്റെ അവസാനം അറിയേണ്ടതിന് ആദ്യ കാര്യങ്ങൾ എന്നിന്നവയെന്ന് അവർ പ്രസ്താവിക്കട്ടെ. അല്ലെങ്കിൽ സംഭവിപ്പാനുള്ളത് നമ്മെ കേൾപ്പിക്കട്ടെ. നിങ്ങൾ ദേവന്മാരെന്ന് ഞങ്ങൾ അറിയേണ്ടതിന് മേലാൽ വരുവാനുള്ളത് പ്രസ്താവിപ്പീൻ. ഞങ്ങൾ കണ്ട് വിസ്മയിക്കേണ്ടതിന് നന്മയെങ്കിലും തിന്മയെങ്കിലും പ്രവർത്തിപ്പീൻ. നിങ്ങൾ ഇല്ലായ്മയും നിങ്ങളുടെ പ്രവൃത്തി നാസ്തിയും ആകുന്നു. നിങ്ങളെ വരിക്കുന്നവൻ കുൽസിതനത്രേ. ഞാൻ ഒരുത്തനെ വടക്ക് നിന്ന് എഴുന്നേൽപ്പിച്ചു, അവൻ വന്നിരിക്കുന്നു. സൂര്യോദയ ദിക്കിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ എന്റെ നാമത്തെ ആരാധിക്കും. അവൻ വന്ന് ചെളിയെ പോലെയും കുശവൻ കളിമണ്ണ് ചവിട്ടുന്നത് പോലെയും ദേശാധിപതികളെ ചവിട്ടും. ഞങ്ങൾ അറിയേണ്ടതിന് ആദ്യം മുതലും അവൻ നീതിമാനെന്ന് ഞങ്ങൾ പറയേണ്ടതിന് പണ്ടേയും ആർ പ്രസ്താവിച്ചിട്ടുള്ളൂ. പ്രസ്താവിപ്പാനോ കാണിച്ചു തരുവാനോ നിങ്ങളുടെ വാക്ക് കേൾപ്പാനോ ആരുമില്ല. ഞാൻ ആദ്യനായി സിയോനോട്, ഇതാ ഇതാ അവർ വരുന്നു എന്ന് പറയുന്നു. യെരൂശലേമിന് ഞാൻ ഒരു സുവാർത്താ ദൂതനെ കൊടുക്കുന്നു. ഞാൻ നോക്കിയാറെ ഒരുത്തനുമില്ല, ഞാൻ ചോദിച്ചാറെ ഉത്തരം പറവാൻ അവരിൽ ഒരു ആലോചനക്കാരനുമില്ല. അവരെല്ലാവരും വ്യാജമാകുന്നു, അവരുടെ പ്രവർത്തികൾ നാസ്തി അത്രേ. അവരുടെ വിഗ്രഹങ്ങൾ കാറ്റും ശൂന്യവും തന്നെ. 1 പത്രോസ് 3-ാം അധ്യായം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്നു വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ
നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പീൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്കൽ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. നിങ്ങളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിപ്പീൻ. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനമെന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷപ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിയുള്ള അപേക്ഷയായിട്ടത്രേ. ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കെ ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു.